2 ഗ്രോ ബാഗിൽ ഞാൻ കൂവച്ചെടി നട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ബാഗിലായതുകൊണ്ട് ഇതാ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത്രയും കിഴങ്ങ് കിട്ടി. ഇതെല്ലാം ഒന്ന് ചെത്തിയെടുത്ത് കുറേശ്ശെയായി മിക്സിയിലിട്ടു നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത ഇതെല്ലാം കൂടി വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുക. അതിൽ നിന്നും നന്നായി ഇളക്കി ചണ്ടിയൊക്കെ എടുത്ത് മാറ്റാം. ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. അടിയിൽ പൊടി നന്നായി ഊറി വന്നാൽ മുകളിലെ വെള്ളം ഒഴിച്ച് കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പൊടി കിട്ടും. ഈ പൊടി ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. ഈ കൂവപ്പൊടിയിൽ വെള്ളമൊഴിച്ച് കലക്കിയെടുത്ത് തേങ്ങാക്കൊത്ത്, പഞ്ചസാര, അല്പം ഏലക്ക പൊടിച്ചത്, നുള്ളു ഉപ്പ് എന്നിവ ഇട്ട് വിരകിയെടുക്കാം. ഇതാ സ്വാദിഷ്ടമായ കൂവപ്പൊടി വിരകിയത് റെഡിയായി. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.